നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം മെനിഞ്ഞാന്നത്തോടു കൂടിയാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തുക വിതരണത്തിന് ശേഷം സംസ്ഥാനത്ത് പെൻഷൻ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള സംശയമാണ് ഇനി ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പെൻഷൻ തുക വിതരണം ചെയ്യുമോ, അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് പങ്കുവെക്കുവാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് എത്രയും പെട്ടെന്ന് 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു മാസത്തെ പെൻഷൻ തുകയും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ തുകയുമായിരിക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുക. ആ ഒരു പെൻഷൻ തുകയുടെ വിതരണ തീയതിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മാസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ തുക തൊട്ടടുത്ത മാസം, അതായത് അടുത്ത മാസം വന്ന് പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ആളുകളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള എല്ലാ ആളുകളും ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിനെ ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.